സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന് ലോക സഞ്ചാരികൾക്കിടയിൽ ബ്രസീലിനോടുള്ള പ്രിയം അനുദിനം കുറഞ്ഞു വരികയാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു തലമുറ കൊള്ളയും കൊലയും എല്ലാം കൊണ്ട് ഒരു രാജ്യത്തിന്റെ നാശത്തിന് കാരണമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബ്രസീലിൽ പലയിടത്തും കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിലാണ് നിലവിൽ ബ്രസീൽ ഉള്ളത്. വഴിതെറ്റി സഞ്ചരിക്കുന്ന പുതുതലമുറയെ കൂടാതെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും കാരണം സാധാരണക്കാരായ ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. തൊഴിലില്ലായ്മയും രൂക്ഷമായ വിലക്കയറ്റവുമാണ് കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. അധോലോകവും മാഫിയ സംഘങ്ങളും മുതൽ പിടിച്ചുപറിക്കാരായ ചെറിയ കുട്ടികൾ വരെ ഈ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലാക്കുന്നു. ബ്രസീലിലെ പ്രധാന നഗരങ്ങളായ റിയോയിലെയും സാവോ പോളോയിലെയും തെരുവുകൾ പകൽ സമയത്ത് പോലും സുരക്ഷിതമല്ല. അതിനാൽ തന്നെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് തങ്ങളുടെ രാജ്യം പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചെത്തുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ കഴിയുകയാണ് സാധാരണക്കാരായ വലിയൊരു വിഭാഗം ജനങ്ങൾ. അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് ബ്രസീലിന് കഴിയട്ടെ. മനോഹരമായ ഈ രാജ്യം കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യട്ടെ.